ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം 2 ശമൂവേൽ 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ശമൂവേൽ 7 അധ്യായം 9 വാക്യം. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. ജീവിതത്തിൻ്റെ ഉയർച്ചയും പുരോഗതിയും ദൈവം നമുക്ക് ദാനമായി നൽകുന്ന നല്ല അനുഭവങ്ങളാണ്. അത് ദൈവകൃപയുടെ മുഖാന്തരങ്ങളാണെന്ന് മനസ്സിലാക്കുവാനും ദൈവസന്നിധിയിൽ വിനയത്തോടെയും മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിലും ജീവിക്കുവാനായി ശ്രമിക്കുകയും വേണം. ഇന്നത്തെ വായനഭാഗത്തും ദാവീദ് രാജാവാകുകയും തൻ്റെ രാജ്യം പരിപൂർണമായി സ്ഥാപിക്കപ്പെടുന്നതായും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മാത്രവുമല്ല, ദൈവം ദാവീദിന് നൽകുന്ന വിജയങ്ങൾ, അനുഗ്രഹങ്ങൾ, ദൈവ സാന്നിധ്യമാർന്ന നിമിഷങ്ങൾ എന്നിവയെല്ലാം നമുക്ക് കാണാം. ഈ ഭാഗത്തു നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവം ഉയർത്തുന്ന നേതാവ്. ദാവീദിനെ ദൈവം ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവായി അഭിഷിക്തനാക്കുകയാണ് ചെയ്യുന്നത്. 2 ശമൂവേൽ 5 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദാവീദ് രാജാവ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. അവർ ദാവീദിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്ന്. അങ്ങനെ ദാവീദ് യെരൂശലേം പിടിച്ചടക്കുകയും തൻ്റെ രാജധാനിയാക്കുകയും ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിലെ ഓരോ വിജയത്തിലും ദാവീദ് ദൈവത്തെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവിക സാന്നിധ്യമാണ് തനിക്ക് വിജയവും ഉയർച്ചയും നൽകിയതെന്ന് ദാവീദ് ഉറച്ചു വിശ്വസിക്കുന്നു. മാത്രമല്ല, ഓരോ യുദ്ധത്തിനും മുൻപ് ദൈവത്തിൻ്റെ ഉപദേശം തേടുവാനും ദാവീദ് മറക്കുന്നില്ല. ഇവിടെ ഫെലിസ്ത്യരെ നേരിടുന്നതിന് മുൻപും ദാവീദ് ദൈവത്തോട് ആലോചന ചോദിക്കുന്നു. അതിനാൽ ദൈവം ദാവീദിനെ ഉയർത്തുകയും മാനിക്കുകയും തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട്, ദൈവം നിത്യവാഗ്ദത്തം നൽകുന്ന നേതാവ്. ഇവിടെ രാജാവായി കഴിഞ്ഞ ദാവീദ് 2 ശമൂവേൽ 7 അധ്യായത്തിൽ പറയുന്നതനുസരിച്ച് ദൈവത്തിന് ഒരു ആലയം പണിയുവാനായി ആഗ്രഹിച്ചു. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദാവീദിന് ദൈവം നിത്യമായ വാഗ്ദത്തം ഒരുക്കി നൽകുന്നതാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിത്യമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നതും ആണ്. നാം ദൈവഹിതപ്രകാരം ജീവിച്ചാൽ, ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. നാം ദൈവത്തിനായി ഒരു ചെറുവിരൽ അനക്കിയാൽ തീർച്ചയായും ദൈവം അതിന് നമുക്ക് പ്രതിഫലം നൽകും. ദൈവം ആർക്കും കടക്കാരനല്ല. അതിനാൽ ദാവീദിനെ പോലെ ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ, നമ്മുടെ വിജയത്തിൽ നാം ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകിയിട്ടുണ്ടോ? എൻ്റെ കൂടെയുള്ള ദൈവിക സാന്നിധ്യത്തെ ഞാൻ വിലമതിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ദാവീദിനെ പോലെ നേതൃനിരയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ വിനയപ്പെടുവാനും ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നവരായും തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദാവീദ് രാജാവിനെ പോലെ ശ്രേഷ്ഠ ഗുണങ്ങൾ ഉള്ള വ്യക്തികളായി തീരുവാൻ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെ അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിൽ കൂടുതൽ വിനയത്തോടെ ജീവിപ്പാനും ദൈവസാന്നിധ്യത്തെ മനസ്സിലാക്കി ഓരോ നിമിഷവും മുന്നേറുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.